ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സ്കിൻ ബാങ്ക് കേരളത്തിൽ ഇതാദ്യം. പുതിയ സ്കൂൾ സമയക്രമത്തിന് അംഗീകാരം. രാവിലെ 9:45 മുതൽ വൈകിട്ട് 4:15 വരെ. ഓണത്തിന് 1 ലക്ഷം തൊഴിൽ. വിജ്ഞാന കേരളവുമായി സഹകരിച്ച് പുതിയ ക്യാമ്പയിനുമായി കുടുംബശ്രീ. ഗാസ വംശഹത്യയിൽ ഡിജിറ്റൽ സത്യാഗ്രഹത്തിന് ആഹ്വാനം ചെയ്ത് CPM. RSS ബോംബാക്രമണത്തിൽ ഒരു കാൽ നഷ്ടപ്പെട്ട അസ്ന വിവാഹിതയായി. വിസ്മയമായി വനിതാ ഫിറ്റ്നസ് സെന്റർ. കേരളത്തിൽ ആദ്യമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സ്കിൻ ബാങ്ക് സജ്ജമായി. സ്കിൻ ബാങ്കിന് ആവശ്യമായ സംവിധാനങ്ങൾ ഉൾപ്പെടെ ഒരുക്കിയിട്ടുണ്ട്. അവയവദാന പ്രക്രിയയിലൂടെ ത്വക്ക് ലഭ്യമാക്കാനായി കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷന്റെ അനുമതിയും ലഭ്യമായി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സ്കിൻ ബാങ്കിന്റെ ഉദ്ഘാടനം ലോക പ്ലാസ്റ്റിക് സർജറി ദിനമായ ജൂലൈ 15 നടക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിൽ കൂടി സ്കിൻ ബാങ്ക് സ്ഥാപിക്കാനുള്ള നടപടി പുരോഗമിക്കുന്നതായും മന്ത്രി പറഞ്ഞു. 6.25 കോടി രൂപ ചെലവഴിച്ചാണ് സ്കിൻ ബാങ്ക് സജ്ജമാക്കിയിരിക്കുന്നത്. ശരീരത്തിലെ പൊള്ളലേറ്റ ഭാഗങ്ങൾ മാറ്റിവെക്കുന്നതിനായി ദാതാക്കളിൽ നിന്നും ശേഖരിക്കുന്ന ചർമ്മം സൂക്ഷിക്കുന്ന ഇടമാണ് സ്കിൻ ബാങ്ക്. അപകടങ്ങളിൽ ഗുരുതരമായി പൊള്ളലേൽക്കുന്നവർക്ക് അവരുടെ സ്വന്തം ചർമ്മം ഉപയോഗിക്കാൻ സാധിക്കാതെ വരുമ്പോൾ സ്കിൻ ബാങ്കിൽ സൂക്ഷിച്ചിരിക്കുന്ന ചർമ്മം നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വെച്ചുപിടിപ്പിക്കാവുന്ന. ഇത് രോഗിയുടെ വേദന കുറയ്ക്കാനും അണുബാധ തടയാനും വേഗത്തിൽ സുഖം പ്രാപിക്കാനും ജീവൻ രക്ഷിക്കാനും സഹായിക്കുന്നു. പ്രത്യേക താപനിലയിലും സംവിധാനത്തിലുമാണ് ചർമ്മം സംരക്ഷിക്കുന്നത്. പ്ലാസ്റ്റിക് സർജറി വിഭാഗത്തിന്റെ മേൽനോട്ടത്തിലാണ് ബേൺസ് യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നത്. പൊള്ളലേറ്റവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി പ്രധാന മെഡിക്കൽ കോളേജുകളിൽ ബേൺസ് യൂണിറ്റുകൾ സജ്ജമാക്കി. ആലപ്പുഴ, കണ്ണൂർ, കൊല്ലം മെഡിക്കൽ കോളേജുകളിൽ ഈ സർക്കാരിന്റെ കാലത്താണ് പ്ലാസ്റ്റിക് സർജറി വിഭാഗം ആരംഭിച്ചത്. തിരുവനന്തപുരം, കോട്ടയം, എറണാകുളം, തൃശൂർ മെഡിക്കൽ കോളേജുകളിൽ ബേൺസ് യൂണിറ്റുകൾ വിജയകരമായി പ്രവർത്തിച്ചു വരുന്നു. എറണാകുളം ജനറൽ ആശുപത്രി, കൊല്ലം ജില്ലാ ആശുപത്രി എന്നിവിടങ്ങളിൽ ബേൺസ് യൂണിറ്റുകളാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ബേൺസ് യൂണിറ്റ് സജ്ജമാക്കാനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. കൊല്ലം, ആലപ്പുഴ, കണ്ണൂർ മെഡിക്കൽ കോളേജുകളിൽ കൂടി ബേൺസ് യൂണിറ്റുകൾ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു. ബേൺസ് യൂണിറ്റുകൾ സ്റ്റാൻഡേർഡൈസ് ചെയ്യുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. മെഡിക്കൽ കോളേജുകളിലെ ബേൺസ് ICUവിൽ സജ്ജമാക്കിയ തീവ്ര പരിചരണ സംവിധാനത്തിലൂടെ അണുബാധ ഏൽക്കുന്നത് പരമാവധി കുറയ്ക്കാനും എത്രയും വേഗം രോഗിക്ക് ആശ്വാസം ലഭിക്കാനും ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാനും സഹായിക്കുന്നു. 10%-ലധികം പൊള്ളലേറ്റ രോഗികൾക്കുള്ള വിദഗ്ധ ചികിത്സയാണ് ഈ ബേൺസ് ICUവിലൂടെ നൽകുന്നത്. RSS ബോംബാക്രമണത്തിൽ ഒരു കാൽ നഷ്ടപ്പെട്ട കണ്ണൂർ ചെറുവാഞ്ചേരിയിലെ അസ്ന വിവാഹിതയായി. 6-ാം വയസ്സിൽ വലതുകാൽ മുറിച്ചു മാറ്റേണ്ടി വന്ന അസ്ന പ്രതിസന്ധികളെ അതിജീവിച്ച് പഠിച്ച് ഡോക്ടറായതിനു ശേഷമാണ് വിവാഹം ജീവിതത്തിലേക്ക് കടന്നത്. 24 വർഷം മുൻപ് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് ദിവസമായിരുന്നു കേരളം നടുങ്ങിയ സംഭവം. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന അസ്നയ്ക്ക് നേരെയാണ് RSSുകാർ എറിഞ്ഞ ബോംബുകൾ ഒന്ന് പതിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ അസ്നയുടെ വലതുകാൽ മുട്ടിന് താഴെ വെച്ച് മുറിച്ചു മാറ്റേണ്ടി വന്നു. പിന്നീട് കൃത്രിമ കാലുമായി വിധിക്ക് മുന്നിൽ പകച്ചു നിൽക്കാതെ നിശ്ചയദാർഢ്യത്തോടെ അസ്ന വിജയത്തിന്റെ പടികൾ ചവിട്ടി കയറി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും 2013 MBBS നേടി. ഇതിനിടെ സ്വന്തം പഞ്ചായത്തിലെ ആരോഗ്യ കേന്ദ്രത്തിലും ഡോക്ടറായി സേവനമനുഷ്ഠിച്ചു. ഇപ്പോൾ വടകരയിലെ ക്ലിനിക്കൽ ഡോക്ടറാണ് അസ്ന. ആലക്കോട് അരങ്ങമ്പാട സ്വദേശിയും ഷാർജയിലെ എഞ്ചിനീയറുമായ നിഖിലിന്റെ കൈപിടിച്ചാണ് ഡോക്ടർ അസ്ന പുതിയ ജീവിതത്തിലേക്ക് കടന്നത്. അസ്ന ഡോക്ടറായത് ആഘോഷമാക്കിയതുപോലെ വിവാഹവും നാടൊരുമിച്ച് ഉത്സവമാക്കി മാറ്റി. ഗാസ വംശഹത്യയിൽ ഇസ്രയേലിനെതിരെ ഡിജിറ്റൽ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്ത് CPM പോളിറ്റ് ബ്യൂറോ. ഇന്ന് രാത്രി 9 മുതൽ അരമണിക്കൂർ ഫോണുകളും കമ്പ്യൂട്ടറുകളും പ്രവർത്തിപ്പിക്കരുത്. സമൂഹ മാധ്യമങ്ങളിൽ സന്ദേശങ്ങളോ കമന്റുകളോ അയക്കരുത്. ഒരാഴ്ചത്തേക്കാണ് പ്രതിഷേധം. ലൈസൻസ് ഫോർ ഗാസയെ സ്വാഗതം ചെയ്യുന്നതായും പോളിറ്റ് ബ്യൂറോ അറിയിച്ചു. വിസ്മയമായി വനിതാ ഫിറ്റ്നസ് സെന്റർ. പേരിനൊരു പദ്ധതിയല്ല ഇരിണാവ് വനിതാ ഫിറ്റ്നസ് സെന്റർ. പഞ്ചായത്തിലെ 400 സ്ത്രീകളുടെ ജീവിതശൈലി മാറ്റിമറിച്ച വലിയൊരു തീരുമാനമാണ്. ചിട്ടയായ വ്യായാമം, മികച്ച ആരോഗ്യശീലങ്ങൾ, വിനോദയാത്രകൾ, വിശേഷ ദിവസങ്ങളിലെ ആഘോഷങ്ങൾ, ആരോഗ്യ ബോധവൽക്കരണ ക്ലാസുകൾ എന്നിങ്ങനെ ഫിറ്റ്നസ് സെന്റർ ഒരുക്കിയ വിശാലമായ സാധ്യതകളിൽ ജീവിതത്തിന്റെ താളം കണ്ടെത്തിയെന്ന വലിയ സന്തോഷവും കൂടിയാണ്.
സ്ത്രീകളിൽ വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങൾ, രക്തക്കുറവ്, PCOD തുടങ്ങിയവ ചിട്ടയായ വ്യായാമത്തിലൂടെയും ക്രമമായ ആരോഗ്യശീലത്തിലൂടെയും മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നതിന്റെ അടിസ്ഥാനങ്ങളാണ് കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി നടപ്പിലാക്കിയത്. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആവിഷ്കരിച്ച ഫിറ്റ്നസ് സെന്റർ സ്ത്രീകളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം മെച്ചപ്പെടുത്തുക, ശാരീരിക ക്ഷമത ഉയർത്തുക എന്നതിനൊപ്പം സ്വയം പ്രതിരോധത്തിന്റെ പാഠങ്ങളും പകർന്നു നൽകുന്നുണ്ട്. പദ്ധതിയുടെ ആരംഭം മുതൽ മികച്ച രീതിയിലുള്ള സ്ത്രീ പങ്കാളിത്തമാണ് ഇവിടെ ലഭിക്കുന്നത്. പൂർണ്ണമായും ശീതീകരിച്ച കെട്ടിടത്തിൽ എല്ലാത്തരം ഫിറ്റ്നസ് മെഷീനുകളും ഉണ്ട്. കുറഞ്ഞ നിരക്കിലുള്ള ഫീസ് മാത്രമാണ് ഈടാക്കുന്നത് എന്നതും വനിതകൾക്ക് സഹായകരമാണ്. 15 വയസ്സ് മുതലുള്ള പെൺകുട്ടികൾ ഇവിടെ പരിശീലനത്തിനായി എത്താറുണ്ട്. കൂടുതലും 30 വയസ്സിനും മുകളിലുള്ള വീട്ടമ്മമാരുടെ ജോലി ചെയ്യുന്നവരുമാണ് പരിശീലനത്തിലെത്തുന്നത്. പേഴ്സണൽ ട്രെയിനിങ്ങിൽ സർട്ടിഫൈഡ് ആയ 2 വനിതാ ട്രെയിനർമാരാണ് പരിശീലനം നൽകുന്നത്. ആഴ്ചയിൽ എല്ലാ ശനിയാഴ്ചയും ഇവിടെ സൂംബ ക്ലാസും നൽകുന്നുണ്ട്. മൾട്ടി ജിം, സ്മിത്ത് മെഷീൻ, ആബ്സ് സ്കോർ, ലെഗ് എക്സ്റ്റൻഷൻ, ലെഗ് കേൾ, സൈക്കിൾ, ട്രെഡ്മിൽ എന്നിവയാണ് ഇവിടുത്തെ പ്രധാന മെഷീനുകൾ. മറ്റ് ഫിറ്റ്നസ് സെന്ററുകളെ അപേക്ഷിച്ച് ഇവിടെ ദിവസേന സ്റ്റെപ്പർ, എയറോബിക്, കാർഡിയോ തുടങ്ങിയ ഗ്രൗണ്ട് വർക്കൗട്ടും നൽകാറുണ്ട്. രാവിലെ 6 മുതൽ 8 മണി വരെയും ഇവിടുത്തെ പ്രവർത്തന സമയമാണ്. ഇതിൽ വൈകുന്നേരം 5 ബാച്ചുകളിലെ 200ഓളം പേർ പരിശീലനത്തിൽ എത്താറുണ്ട്. നിലവിൽ 400ഓളം അഡ്മിഷൻ ഇവിടെയുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഇരിണാവ് വനിതാ സംരംഭകത്വ വിപണന കേന്ദ്രം കെട്ടിടത്തിന്റെ 2ാം നിലയിലാണ് ഫിറ്റ്നസ് സെന്റർ പ്രവർത്തിക്കുന്നത്. 2022-23 വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രവൃത്തി ആരംഭിച്ച ഫിറ്റ്നസ് സെന്റർ 2024-25 പദ്ധതിയിലാണ് പൂർത്തീകരിച്ചത്. 35 ലക്ഷം രൂപയാണ് പദ്ധതി ചെലവ്. ലൈബ്രറികൾക്ക് അവാർഡ് സമ്മാനിച്ചു. പുസ്തകങ്ങൾ തന്ന അറിവുകൾ വെച്ചാണ് ലോകം കാണുന്നതും സിനിമയിൽ അഭിനയിക്കുന്നതെന്നും ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചു അതിലെ കഥാപാത്രങ്ങളെ താൻ മോഷ്ടിച്ച് അഭിനയിക്കാറുണ്ടെന്നും സിനിമാ താരം ഇന്ദ്രൻസ് പറഞ്ഞു. പീപ്പിൾസ് മിഷൻ ഫോർ സോഷ്യൽ ഡെവലപ്മെന്റിന്റെ അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. തനിക്കറിയുന്നതിൽ സിനിമാ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വായനാശീലമുള്ള വ്യക്തിയാണ് ഇന്ദ്രൻസ് എന്ന സാഹിത്യകാരൻ ടി പത്മനാഭൻ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ പീപ്പിൾസ് മിഷൻ ചെയർമാനുമായ ഡോക്ടർ വി ശിവദാസൻ MP അധ്യക്ഷനായി. മയ്യിൽ സഫ്തർ ഹാഷ്മി ഗ്രന്ഥാലയവും പെരളം AKG വായനശാലയുമാണ് മികച്ച വായനശാലകളായി തെരഞ്ഞെടുക്കപ്പെട്ടത്. പിണറായി C മാധവൻ സ്മാരക വായനശാല സെക്രട്ടറി അഡ്വക്കേറ്റ് V പ്രദീപൻ മികച്ച ലൈബ്രറി സെക്രട്ടറിക്കുള്ള അവാർഡിന് അർഹമായി. ചെറുതായം ഭഗത് സിംഗ് സാംസ്കാരിക വേദി ലൈബ്രറിയൻ V വിപിനിയാണ് മികച്ച ലൈബ്രറിയൻ. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ, TK ഗോവിന്ദൻ മാസ്റ്റർ, മുകുന്ദൻ മഠത്തിൽ, PK വിജയൻ, P പ്രശാന്തൻ, PK അൻവർ, വെസ്റ്റേൺ ഇന്ത്യ പ്ലൈവുഡ് MD PK മായൻ, തദ്ദേശ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ S സുർജിത്ത്, മയ്യിൽ സഫ്തർ ഹാഷ്മി വായനശാല സെക്രട്ടറി MV സുമേഷ്, പെരളം AKG വായനശാല സെക്രട്ടറി NV ലിമേഷ് എന്നിവർ സംസാരിച്ചു. സ്കൂളുകളുടെ പുതിയ സമയക്രമത്തിന് അംഗീകാരമായി വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത അധ്യാപക സംഘടനാ പ്രതിനിധികളുടെ യോഗത്തിലാണ് തീരുമാനം. ഇതോടെ 8 മുതൽ 10 വരെ ക്ലാസുകളിലെ പഠന സമയം അരമണിക്കൂർ വർദ്ധിക്കും. രാവിലെ 9:45 ആരംഭിച്ച് വൈകിട്ട് 4:15 വരെയാണ് പുതിയ സ്കൂൾ സമയം. സ്കൂൾ ഭക്ഷണം പുതുക്കിയ മെനു അനുസരിച്ച് വിതരണം ചെയ്യുന്നതിനുള്ള പാചക ചെലവ് വർദ്ധിച്ചു നൽകണമെന്നും അധ്യാപക സംഘടനയുടെ ആവശ്യം ചർച്ച ചെയ്ത് തീരുമാനിക്കും. അതോടൊപ്പം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ നിന്നും സ്കൂളിൽ ഉച്ചഭക്ഷണത്തിന് ഏതെങ്കിലും വിഹിതം ലഭ്യമാകുമോ എന്ന കാര്യം തദ്ദേശ ഭരണ സ്ഥാപന മേധാവികളുമായുള്ള ചർച്ചയിൽ ഉന്നയിക്കാമെന്നും മന്ത്രി വ്യക്തമാക്കി. അക്കാദമിക മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കുന്നതിന് സംഘടനകൾ പിന്തുണ അറിയിച്ചു. സ്കൂളുകളുടെ ടേം പരീക്ഷകളും യൂണിറ്റ് പരീക്ഷകളും തുടരുന്നതാണ് ഉചിതം എന്ന അധ്യാപക സംഘടനകളുടെ ആവശ്യം യോഗം അംഗീകരിച്ചു. ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ VHSC ട്രാൻസ്ഫർ നടത്തുന്നതിന് സാങ്കേതിക തടസ്സങ്ങൾ ഉടൻ പരിഹരിച്ച് സ്ഥലം മാറ്റം നടപ്പിലാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാരുടെ ഒഴിവുള്ള 4 തസ്തികകളിലേക്ക് അടിയന്തര നിയമനം നടത്തും. കായിക അധ്യാപകരുടെ തസ്തിക നിർണയം സംബന്ധിച്ച് 2017 നിലവിലുണ്ടായിരുന്ന സർക്കാർ ഉത്തരവ് പുനഃസ്ഥാപിക്കും. വിദ്യാർത്ഥി കായിക അധ്യാപക അനുപാതം 1:500 എന്നതിൽ നിന്നും 1:300 ആക്കി മാറ്റുന്ന കാര്യവും ഹയർ സെക്കൻഡറി മേഖലയിലും LP വിഭാഗത്തിലും കായിക അധ്യാപകരെ അനുവദിക്കുന്ന കാര്യവും അടിയന്തരമായി പരിശോധിക്കും. 2025-26 വിദ്യാഭ്യാസ കലണ്ടർ യോഗത്തിൽ പ്രകാശനം ചെയ്തു. ഓണത്തിന് 1 ലക്ഷം തൊഴിലെന്ന മുദ്രാവാക്യവുമായി വിജ്ഞാന കേരളവുമായി സഹകരിച്ച് കുടുംബശ്രീ പുതിയ ക്യാമ്പയിൻ ആരംഭിക്കുന്നു. സ്ത്രീകൾക്ക് നൈപുണ്യ പരിശീലനം നൽകി പ്രാദേശിക തൊഴിലുകൾ ലഭ്യമാക്കുക എന്നതാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം.
ജൂലൈ 3, 4, 5 തീയതികളിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് ക്യാമ്പയിൻ അന്തിമ രൂപം നൽകിയത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധ്യക്ഷന്മാരും സെക്രട്ടറിമാരും വിജ്ഞാന കേരള മുഖ്യ ഉപദേഷ്ടാവ് ഡോക്ടർ TM തോമസ് ഐസക്കും യോഗങ്ങളിൽ പങ്കെടുത്തിരുന്നു. വിജ്ഞാന കേരളം ക്യാമ്പയിൻ നിർവഹണത്തിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ സമിതികൾ രൂപീകരിക്കുമെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. പ്രാദേശിക തൊഴിലവസരങ്ങൾ കണ്ടെത്തുന്നതിന് സംരംഭക സംഘടനകളുമായി ജില്ലാതല യോഗങ്ങൾ സംഘടിപ്പിക്കും. സംരംഭകരെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതിന് 3 തലങ്ങളിലും പ്രത്യേക ടീമുകൾക്ക് രൂപം നൽകും. ഓരോ പ്രദേശത്തുമുള്ള തൊഴിലുകൾക്ക് സ്ത്രീ തൊഴിലാളികളെ കണ്ടെത്തുന്നത് കുടുംബശ്രീ CDSകളായിരിക്കും. ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളിലെ എല്ലാ ബ്ലോക്കുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും തൊഴിൽ മേളകൾ സംഘടിപ്പിക്കും. തൊഴിൽ ലഭിക്കുന്നവർക്കുള്ള പരിശീലനം നൽകുന്നത് ASAP, KSE, മറ്റ് സർക്കാർ ഏജൻസികൾ എന്നിവയായിരിക്കും. ഇവയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക വിജ്ഞാന കേരളമായിരിക്കും. സംസ്ഥാനത്തിന്റെ വികസനത്തെയും സ്ത്രീ പദവിയെയും വലിയ രീതിയിൽ സ്വാധീനിക്കാൻ ശേഷിയുള്ള ദൗത്യമാണ് വിജ്ഞാന കേരളത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കുടുംബശ്രീയും ഏറ്റെടുത്തിട്ടുള്ളത്. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.